മലയാറ്റൂർ കുരിശടി കണ്ടാൽ മനസ്സിന്റെ സങ്കടമകലും, മാറാത്ത വ്യാധികൾ മാറും, സഹനത്തിൻ ഭാരം കുറയും, ജീവന്റെ തേരു തെളിക്കാൻ സ്വർഗീയ ശക്തി ലഭിക്കും, വിശ്വാസ സാക്ഷ്യം നൽകാൻ കുരിശോളം സ്നേഹം നിറയും. മലയാറ്റൂർ കുരിശടി കണ്ടാൽ മനസ്സിന്റെ സങ്കടമകലും, മാറാത്ത വ്യാധികൾ മാറും, സഹനത്തിൻ ഭാരം കുറയും, ജീവന്റെ പേരു തെളിക്കാൻ സ്വർഗീയ ശക്തി ലഭിക്കും, വിശ്വാസ സാക്ഷ്യം നൽകാൻ കുരിശോളം സ്നേഹം നിറയും. ക്രൂശിതനീശോയേ അനുഗ്രഹിച്ചാലും കുരിശിൻ കൃപയാലേ വഴി നടത്തിടണേ. ക്രൂശിതനീശോയേ അനുഗ്രഹിച്ചാലും കുരിശിൻ കൃപയാലേ വഴി നടത്തിടണേ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ്. നൂറ്റാണ്ടുകളായി ഭക്തജനങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകിയ മലയാറ്റൂർ കുരിശുംപൊടി. അനേക ജീവിതങ്ങളുടെ കണ്ണീരിനും ക്ലേശങ്ങൾക്കും ക്രിസ്തുശിഷ്യനായ തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിലൂടെ ഉത്തരം നൽകിയ പുണ്യഭൂമി. ഈ വിശുദ്ധ മല നൽകുന്ന ആത്മീയ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളുമായി രൂപ ജോർജ്. സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ നർത്തകിയും ടെലിവിഷൻ രംഗത്ത് തന്റേതായ സംഭാവനകൾ നൽകി സ്ത്രീ സമൂഹത്തിന് പ്രചോദനവുമായ രൂപ ജോർജ് തീർത്ഥാടനത്തിന്റെ ആത്മീയ ഉൾക്കാഴ്ചകൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് രൂപ ജോർജ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂറാണ് എൻ്റെ വീട്. കല്യാണം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് തേവരയിൽ താമസിക്കുന്നു. ഞാൻ നിരവധി മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വെൽഫെയർ, അതായത് സഹൃദയ വെൽഫെയർ സർവീസസിലെ ഫാദർ പോൾ ചെറുപുള്ളി അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് സോഷ്യൽ സർവീസിലൂടെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു ദിവസം ഈ വർഷം ഫെബ്രുവരി 1 എൻ്റെ ജന്മദിനമായിരുന്നു. അതിനുശേഷം ഉള്ള ഒരു 2 3 ഞാൻ അച്ഛനെ കാണാനായിട്ട് തമ്മനത്തുള്ള സഹൃദയയിൽ ചെന്നു, സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 50 ദിവസം ഞാൻ മല കയറാൻ പോവുകയാണ്. അതെന്നെ വളരെയധികം സ്പർശിച്ചു. കാരണം ഞാൻ വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഷൊർണൂരിൽ നിന്ന്
എൻ്റെ വീട് ഷൊർണൂറാണ്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ്. വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ മല കയറിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഓർമ്മകളൊന്നുമില്ല. അത് വർഷത്തിലൊരിക്കൽ നൊയമ്പ് സമയത്ത് മാത്രമാണ് നമ്മൾ ഈ മല കയറുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. 50 ദിവസം കയറുകയോ എന്നും കയറുകയോ എന്നെ വളരെയധികം ഇൻസ്പയറും വളരെയധികം ചിന്തയിലാക്കി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോർജിനോട് പറഞ്ഞു, എനിക്ക് ഈ മല കയറണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരാഴ്ച പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ പിന്നെയും പറഞ്ഞു, എനിക്ക് ഈ മല കയറാനുള്ള ആഗ്രഹമാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്നൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല, കാരണം വളരെ കൊച്ചുകുട്ടിയായപ്പോൾ കയറിയതാ. അപ്പോൾ പിന്നെ പക്ഷേ ദൈവം എന്നെ ഉടനെ തന്നെ അതിൻ്റെ അടുത്ത ആഴ്ച, അതായത് ഫെബ്രുവരി 2nd വീക്ക് തന്നെ കയറാനായിട്ട് സാധിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മകൻ നൈനാനും ഞങ്ങൾ 3 പേരും കൂടിയാണ് ആദ്യം കയറിയത്. കയറിയപ്പോൾ തന്നെ വളരെയധികം ഒരു പ്രചോദനമാകുന്ന, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും ഒരു അനുഭവമാണ് എനിക്ക് ഈ മലകയറ്റത്തിലൂടെ സാധിച്ചത്. 1999 ജൂലൈ 3 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. അപ്പോൾ ഈ വർഷം 17 വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പം എനിക്ക് വല്ലാത്ത ഒരു പശ്ചാത്താപം മനസ്സിലുണ്ടായിരുന്നു. വിശുദ്ധൻ്റെ നാമത്തിലുള്ള ഈ കുരിശുമുടി ഒരു തവണ പോലും ഞാൻ ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കല്യാണ ശേഷം ഞാൻ സെന്റ് തോമസ് ഡേയുടെ അന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം. എന്നിട്ട് പോലും ഒരു തവണ പോലും കയറിയില്ലല്ലോ എന്നൊരു വല്ലാത്തൊരു പശ്ചാത്താപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വികാരം തന്നെയാണ് പിന്നെയും എനിക്ക് ഇപ്പോൾ ഇന്ന് 21ാമത്തെ തവണയാണ് ഞാൻ ഈ മല കയറുന്നത്. അപ്പോൾ ഫെബ്രുവരി തുടങ്ങി. അപ്പോൾ 5 മാസം ഒരു 4 or 5 തവണ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കയറാനുള്ള ഒരു ഭയങ്കര ഡ്രൈവാണ്. അതിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ലക്ഷ്യം വെച്ച നമ്പർ ഈ വർഷം 17 തവണ കയറണമെന്നായിരുന്നു. പക്ഷെ എന്നെ ദൈവം അതിലും അധികം സാധിച്ചതിൻ്റെ നന്ദിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ദൈവത്തോടുള്ള സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ പകുതിയായപ്പോൾ മടങ്ങിപ്പോയിന്നാണ്. എന്നാൽ എൻ്റെ കൂടെയുള്ള കയറിയവരെല്ലാം പല ഏജ് ഗ്രൂപ്പ്സ് ഉള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്. എല്ലാവരും ആദ്യം ഒരു ക്ഷീണം എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും മലമുകളിലെത്തി. എല്ലാവർക്കും അതിൻ്റെ സന്തോഷവും നന്ദിയും എൻ്റെ അടുത്ത് പങ്കിടുകയും ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്കൊരു വചനം വായിക്കാനുണ്ട്. 1 Corinthians ചാപ്റ്റർ 13ാം ചാപ്റ്ററിൽ വേഴ്സ് 4 മുതൽ 13 വരെ. അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതോ സ്നേഹം തന്നെ. അപ്പോൾ ദൈവം, ഗോഡ് ഈസ് ലവ് എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഇന്ന് എൻ്റെ മുന്നിൽ വരുന്നത്. ദൈവത്തെ അറിയാവുന്ന ഒരു വ്യക്തി സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നു. സ്നേഹിക്കാത്ത ഒരു മനുഷ്യന് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹമാകുന്നു. അതുപോലെ തന്നെ പുറപ്പാട് ചാപ്റ്റർ 20 വേഴ്സ് 12, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ ഫോർ ലോങ് ലൈഫ് ഇൻ ദ ലാൻഡ് വിച്ച് ഗോഡ് ഹാസ് ഗിവൻ യു. അതും എന്നെ രണ്ടാമതായിട്ട് സ്പർശിച്ച, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രചോദനം നൽകിയ ഒരു വചനമാണ്. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഈ മല കയറി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് സംസാരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മാതാവിൻ്റെ ഒരു വിശ്വാസവും ഒരു നിയോഗവുമായിരുന്നു ആ സംസാരിക്കാനുള്ള ആ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ഈ മല കയറ്റുക എന്നത്. അങ്ങനെ ഞാൻ ഇന്ന് സാക്ഷിയായിട്ട് പറയുന്നു, ഇപ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവരുടെ ആ ദൈവസ്നേഹവും എന്നോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിലയിൽ നിൽക്കാനുള്ള കാരണവും അതിൻ്റെ അനുഗ്രഹവും. ഓരോ മലകയറ്റവും ഉന്നതമായ കാഴ്ചപ്പാടുകൾ നൽകുന്നവയാകണമെന്ന് ഈ സഹോദരി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവീക പ്രചോദനങ്ങളെ ഹൃദയത്തിലേറ്റി മലകയറുമ്പോഴാണ് ആത്മീയ ഊർജത്തിന്റെ ഉടമകളായി നാം മാറുക. ഓരോ തീർത്ഥാടകന്റെയും മനസ്സിൽ നിറയുന്ന അസ്വസ്ഥതകളിൽ നിന്നും ആന്തരിക മുറിവുകളിൽ നിന്നും മോചനം നേടാനും പ്രാർത്ഥനയോടെ നീങ്ങുന്നവർക്ക് സാധിക്കുമെന്ന് രൂപ ജോർജ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആന്തരിക സൗഖ്യമാണ് എനിക്ക് ഈ തീർത്ഥാടനത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. എനിക്ക് തോന്നുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശാരീരിക സൗഖ്യമാണ് ലക്ഷ്യമാക്കുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിലുള്ള അസുഖം നമുക്കുണ്ടാകാം, ശാരീരികമായി, കാലിനോ കൈയിനോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതു ഭാഗങ്ങളിലും. അപ്പം നമ്മൾ ഏത് തീർത്ഥാടനത്തിലും നമ്മൾ
മനസ്സിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് ശരീരത്തിന്റെ സൗഖ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ദിവസം ശരീരത്തെക്കാട്ടിലും ഉപരി മനസ്സിന്റെ സൗഖ്യമാണ് നമ്മൾ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കേണ്ടത്. കാരണം ഏതൊരു അസുഖവും ആദ്യം ജനിക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ മനസ്സിൽ ആണ് ഏതൊരു അസുഖത്തിന്റെയും തുടക്കം, ശരീരത്തിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് സൗഖ്യം ലഭിച്ചാലേ നമുക്ക് തുടർന്നുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൂമിയിലുള്ള യാത്ര സന്തോഷകരവും സമാധാനകരവും ആവുകയുള്ളൂ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലത് എന്ന് വിചാരിച്ച കാര്യങ്ങൾ, എനിക്ക് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു ഡിസ്കവറി അത് മോശമാവുകയും മോശം എന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളും ആളുകളും നല്ലതുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പല പല, പ്രത്യേകിച്ച് സ്ത്രീയാകുമ്പോൾ പല പല ഒരു ജഗ്ലിംഗ് ആക്റ്റാണ്. അതായത് പല മേഖലയിലും, കുടുംബകാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും നമ്മുടെ കലാരംഗത്തും അങ്ങനെ നമ്മുടെ സാമൂഹ്യം, അങ്ങനെ ഒരുപാട് മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള പ്രഷേഴ്സും പല തരത്തിലുള്ള പ്രതിസന്ധികളും നേരിടാം. അപ്പോൾ നമ്മുടെ വിഷനും നമ്മുടെ തീരുമാനങ്ങൾക്കും ഒക്കെ ഒരു ക്ലാരിറ്റി കുറഞ്ഞു വന്നേക്കാം. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആത്മീയതയുടെ ഒരു ചോദ്യം വരുന്നത്. ആ ആത്മീയത തന്നെ എപ്പോഴും നേരായ രീതിയിലുള്ളതായിരിക്കണം. ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഭയത്തിന് ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ഓർമ്മ, ഈ ഫെബ്രുവരി ഞാൻ ഈ 5 മാസം മുൻപ് കയറുമ്പോൾ ഞാൻ ഒരു വളരെയധികം ഭയമായിരുന്നു എൻ്റെ മുന്നിലെ വികാരം. അത് എനിക്ക് ഈ മല കയറ്റത്തിൽ നിന്ന് മനസ്സിലായി. ഭയം ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ഒരു വികാരമല്ല, അത് ശരിക്കും ഈവിൽ നിന്നും, അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു വികാരമാണ്. കാരണം ദൈവസ്നേഹം, ദൈവം ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ എനിക്ക് ആന്തരിക സൗഖ്യമാണ് ഈ ഒരു തീർത്ഥാടനത്തിൽ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. വേദനിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ വേദന കാണാൻ കഴിയുക ക്രിസ്തുവിന്റെ ദർശനമാണ്. ജെറൂസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ച കർത്താവിന്റെ ചൈതന്യമാണ് വേദനിക്കുന്നവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ അനുഭവം സ്വന്തമാക്കിയ സഹോദരി നമ്മോട് പറയുന്നു. ഫെബ്രുവരി മുതൽ കയറിയതുകൊണ്ട് എനിക്ക് പല സമയങ്ങളിലും ഈ മല കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് 6:30 മുതൽ ഉള്ള കുർബാന, 6:30, 7:30 മുതലുള്ള കുർബാന കാണാനും പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നൊക്കെ കുരിശും കൊണ്ട് ചുമന്ന് നടന്നു വന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ കണ്ണമ്മാലിയിൽ നിന്ന് നടന്നു വന്ന ഒരു കൂട്ടത്തിൽ ഒരു 2-3 സ്ത്രീകളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ട് ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ കഴിഞ്ഞ വർഷവും ഇതുപോലെ നടന്നിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കണ്ണമ്മാലിയിൽ നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ സാധാരണ ആണുങ്ങളെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇതുപോലെ കുരിശും കൊണ്ട് ചുമന്നു വരുന്നത്. പക്ഷേ സ്ത്രീകളെ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ അവരെ നിർത്തി സംസാരിച്ചു. അവരെല്ലാം വളരെയധികം ആത്മീയതയോടുകൂടി, വളരെയധികം പ്രാർത്ഥനയും ഭക്തിയോടുകൂടിയാണ് കുരിശ് ചുമന്ന് കയറുകയും ഇറങ്ങുന്നതും ഞാൻ കണ്ടത്. അങ്ങനെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു ഭക്തിയുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞാൻ കയറിയപ്പോൾ. അതിൽ നിന്നും എനിക്ക് ഒരു ഭയങ്കര ഒരു പോസിറ്റീവും സ്പിരിച്വൽ എനർജിയാണ് ഈ മലമുകൾ എനിക്ക് സമ്മാനിച്ചത്. ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും കണ്ണുനീരും അതിൻ്റെയൊക്കെ വൈബ്രേഷനും എനർജിയും ആ കൂട്ടത്തിൽ പോയപ്പോൾ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കത്തിച്ച് കെട്ടുപോയ മെഴുകുതിരികൾ കത്തിച്ച് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും സമർപ്പിച്ച് പോകാനായിട്ടായിരുന്നു എൻ്റെ തീരുമാനം. കാരണം ഞാൻ ഈയിടെ ഒരു ആശയം വായിച്ച് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് നോബഡി ക്യാൻ ഹെൽപ്പ് എവ്രിബഡി, ബട്ട് എവ്രിബഡി ക്യാൻ ഹെൽപ്പ് സംബഡി. അതായത് ഈ ലോകത്ത് ആർക്കും എല്ലാവരെയും സഹായിക്കാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ എല്ലാവർക്കും ആരെങ്കിലും ഒരാളെയെങ്കിലും സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയെങ്കിലും അവർ കത്തിച്ച് കെട്ടുപോയ മെഴുകുതിരികൾ നമ്മൾ പിന്നെയും കത്തിച്ച് ഉള്ള എൻ്റെ ആ ഒരു തീർത്ഥാടനത്തിൽ നിന്ന്, ഈ തീർത്ഥാടനത്തിലൂടെ എനിക്ക് കിട്ടിയ അടുത്ത വലിയൊരു സന്ദേശവും അടുത്ത വലിയ ഒരു നിധി തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. ജീവിത പരാജയത്തിന്റെ കാരണം മറ്റുള്ളവരാണെന്ന് കരുതി അന്യരെ പഴിക്കാതെ സ്വന്തമായ കുറവുകളെയും കുറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോഴാണ് ഈ മലകയറ്റം ആത്മീയ ഉണർവിലേക്ക് നമ്മെ നയിക്കുക.
മറ്റൊരു അവേക്കനിങ് എനിക്കുണ്ടായത്, ഞാൻ വിചാരിച്ചത് ഇന്നേ വരെ, അതായത് എൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങൾക്കും പരാജയങ്ങൾക്കും ഒക്കെ കാരണം മറ്റുള്ളവരും എൻ്റെ ചുറ്റിനുമുള്ളവരും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എനിക്ക് ഈ മലകയറ്റത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവേക്കനിങ്, അതായത് എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ തന്നെ കുറ്റങ്ങളാണ്. ഞാൻ അത് മനസ്സിലാക്കി അത് തിരുത്തിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതം മനോഹരമായിട്ട് തോന്നിയതും. അത് പക്ഷേ എനിക്ക് ഈ തീർത്ഥാടനത്തിലൂടെ കിട്ടിയ ഏറ്റവും വലിയ നിധിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും മനോഭാവങ്ങളെ ഉണർത്തി മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാനും ദൈവസ്നേഹത്തിന്റെ വക്താക്കളാകാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ മലകയറ്റത്തിലൂടെ രൂപ ജോർജ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു തീർത്ഥാടനത്തിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരും, നമ്മൾ പലരുമായിട്ട് ജീവിതത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പലര് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, പല വേദനകൾ, പല മുറിവുകൾ, പല വൂൺസ്, പല ആന്തരിക സൗഖ്യം വേണ്ടവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഈ ഭാരത്തോടുകൂടി നമ്മൾ കയറുന്നു എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ ഒരു നാശം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ തീർത്ഥാടനം ഒരിക്കലും വിജയമാവില്ല. അത് വലിയ പരാജയം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കാനും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് മറക്കാനും കൂടി സാധിക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹമാണ് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഓരോ തീർത്ഥാടന സമയത്തും ഞാൻ എല്ലാവരെയും സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഞാൻ എഴുതി വെക്കുമ്പോഴും മുകളിലെ പള്ളിയിലും എല്ലാവരുടെയും പേര് എഴുതി, എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ആയുസ്സും ആരോഗ്യവും ഉയർച്ചയും ദൈവം സമൃദ്ധിയായിട്ട് ദാനം ചെയ്യണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലും കുടുംബത്തിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ തീർത്ഥാടനത്തിലൂടെ എനിക്ക് കിട്ടിയ മറ്റൊരു വിലപ്പെട്ട ഒരു സന്ദേശമാണ് സെർവ് എന്ന പദത്തിന്റെ അർത്ഥം. അതായത് സെർവ്, നമ്മൾ ആ വാക്ക് ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. അതായത് നമ്മൾ ലൈഫിൽ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ആൾക്കാരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ഐഡിയാസ് ആണെങ്കിലും നമ്മുടെ പൊസിഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് പ്രാക്ടീസും ചെയ്യണം എന്നുള്ള ഒരു ഉത്തമ ബോധവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് സെർവ് എന്ന വാക്കിൻ്റെ ഒരു മീനിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ആ ഒരു മഹത്വവും ഈ തീർത്ഥാടനത്തിലൂടെ എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിനെ നമ്മൾ വീക്കായിട്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ വീക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ സഹായിക്കുകയാണ്. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മൾ സഹായിക്കണം. ആ സഹായിക്കുക, ഹെൽപ്പ്. അപ്പോൾ നമ്മൾ ലൈഫിനെ വീക്കായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെയും നമ്മുടെ ആ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. ഇനി ഫിക്സ് എന്നുള്ള പദമാണെങ്കിൽ നമ്മൾ ലൈഫിനെ ബ്രോക്കൺ, അതായത് നമ്മൾ എന്ത് സാധനങ്ങളാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഒടിഞ്ഞതും അങ്ങനെയുള്ള സാധനങ്ങളല്ലേ, നമ്മൾ ബ്രോക്കൺ ആയിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ബ്രോക്കൺ ആയിട്ട് കാണുക. നമ്മുടെ കാഴ്ചപ്പാടാണ് ഈ വാക്കുകളിലൊക്കെ നെല്ലിക്കുന്നത്, നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക്. അപ്പോൾ ഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തെ ബ്രോക്കൺ ആയിട്ട് കാണുന്നു. പക്ഷേ സെർവ് എന്ന വാക്കിൻ്റെ പദമാണ് ശരിയായിട്ടുള്ള സോഷ്യൽ സർവീസും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും സെർവ് എന്ന വാക്കാണ്. കാരണം സെർവ് എന്ന പദം ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നത്. സെർവ് എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതും അത് നമ്മൾ ജീവിതത്തെ ഹോളായിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യണം. അത് എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. സർവീസ് എന്ന പദത്തിന്റെ അർത്ഥവും എനിക്ക് ഈ തീർത്ഥാടനത്തിലൂടെ എനിക്ക് ദൈവം വളരെ വ്യക്തമായിട്ട് എന്നെ മനസ്സിലാക്കിപ്പിച്ചു. അത് എൻ്റെ ലൈഫിന്റെ മിഷനായിട്ടും ഞാനത് എടുക്കുന്നു ഈ പദം. പ്രകൃതി രമണീയമായ ഈ കുരിശുമല നൽകുന്ന സാന്ത്വനം ദൈവം തന്നെ നൽകുന്ന സമാശ്വാസം കൂടിയാണ്. പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം നമുക്ക് നൽകുന്ന ശക്തി വിവരണാതീതമാണ്. പ്രകൃതിയെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും ഈ കുരിശുമല നമുക്ക് പ്രചോദനമേകുന്നു. ഈ
ഈ തീർത്ഥാടനത്തിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മനോഹാരിത എന്ന് പറയുന്നത് ഈ കാടിന്റെ, അതായത് ഈ മലയാറ്റൂർ കാടിന്റെ ഭംഗിയാണ്. എവിടെ നിന്ന് നോക്കിയാലും വളരെയധികം പച്ചപ്പും നമ്മുടെ കണ്ണിനും മനസ്സിനും ഹൃദയത്തിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്, നമ്മൾ മടങ്ങി പോകേണ്ടതും പ്രകൃതിയിലേക്കാണ്. നമ്മൾ പക്ഷേ വിചാരിക്കുന്നത് നേച്ചർ ഈസ് പാർട്ട് ഓഫ് അസ്, നേച്ചർ നമ്മുടെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ പ്രകൃതിയെ കൊള്ളയടിച്ച് ചൂഷണം ചെയ്യുകയാണ്. പക്ഷേ വി ആർ പാർട്ട് ഓഫ് നേച്ചർ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ എന്നതിലും ഉപരി നമ്മൾ പ്രകൃതിയിലോട്ട് തിരിച്ച് മണ്ണിനോട് ചേരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും മരങ്ങൾ കൂടുതൽ വളർത്തുകയും നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തരുതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനൊരു ടൗണിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരു മലയാറ്റൂര് ഈ തീർത്ഥാടനം എനിക്ക് പ്രദാനം ചെയ്തത് പ്രകൃതിയുടെ ഒരു വലിയ ഒരു സൗന്ദര്യവും അത് അത്രയും വലിയൊരു പ്രകൃതിയുടെ ഭംഗി തുറന്നു തരികയാണ് എനിക്ക് ഈ തീർത്ഥാടനത്തിലൂടെ കിട്ടിയത്. കുരിശുമല കയറ്റം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കാളുപരി മറ്റുള്ളവർക്ക് അനുഗ്രഹമേകാൻ കഴിയുന്നിടത്താണ് തീർത്ഥാടനം അർത്ഥപൂർണമാകുക. ആത്മീയ സന്തോഷത്തിന്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ മലയാറ്റൂർ കുരിശുമലയിലെ ശ്ലീഹായുടെ സാന്നിധ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. കരയും കടലും താണ്ടി ഭാരതത്തിന്റെ മണ്ണിൽ ദൈവവചനത്തിന്റെ വിത്തുകൾ പാകിയ ഈ വിശുദ്ധൻ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവമഹത്വം ലക്ഷ്യമാക്കാൻ നമ്മെയും പ്രചോദിപ്പിക്കുന്നു. 14 സ്ഥലത്തും യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും സഹനവും വായിച്ച് മനസ്സിലാക്കി ഞാനിവിടെ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്കും ത്യാഗം ചെയ്യുന്നവർക്കും സഹനം അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയും വിന്നേഴ്സായി വരികയുമുള്ളൂ. തീർത്ഥാടനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ള ഇൻകം അല്ല, നമ്മുടെ ഔട്ട്കം ആണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. തീർത്ഥാടനം ആണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും നമ്മുടെ ഔട്ട്കം, നമ്മൾ അത് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കി എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളുടെ ഒരു മനസ്സോടുകൂടി നമ്മൾ സമീപിക്കുകയും കയറുകയും ചെയ്യുമ്പോഴേ നമ്മുടെ തീർത്ഥാടനം വിജയകരമാവുകയുള്ളൂ. വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. അപ്പോൾ ആ വിശുദ്ധന്റെ പദയാത്രയിൽ നമുക്ക് പിന്തുടരണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി വേണം നമ്മുടെ ഓരോ യാത്രയും, ഓരോ സ്റ്റെപ്പും, ഓരോ കാൽവെപ്പും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആശയമാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത്. ഫോർ എ പേഴ്സൺ വിത്ത് ഫെയ്ത്ത് all explanation is possible, but for a person without faith no explanation is possible. അതായത് വിശ്വാസമില്ലാതെ നമ്മൾ സംശയത്തോടുകൂടിയും ഒരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി നമ്മൾ ഏതൊരു തീർത്ഥാടനത്തിലും ഏത് മലമുകളിൽ നമ്മൾ കാല് വെച്ചാലും നമ്മുടെ തീർത്ഥാടനം വിജയമാവുകയില്ല, അത് പരാജയമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതം ഉന്നതിയിലോട്ട്, ഉയർച്ചയിലോട്ട് എത്തുകയുമില്ല. അപ്പോൾ നമ്മൾ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും എല്ലാം ഉൾക്കൊള്ളാനും നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി അത് നമ്മളത് ഏറ്റുപറഞ്ഞ് എങ്കിലേ നമ്മളത് ദൈവത്തോട് ചേരുകയും നമ്മുടെ ജീവിതം ഒരു പൂർണ്ണതയിലോട്ട് എത്തുകയുമുള്ളൂ. AD 52 തോമസ് ലീഹ ഭാരതത്തിൽ വന്നിറങ്ങി. AD 62 കാലഘട്ടത്തിൽ മലയാറ്റൂർ വന്നു എന്നുള്ളതാണ് പരമ്പരാഗതമായ വിശ്വാസം. AD 72 ചിന്നമലയിൽ, മൈലാപ്പൂരിലെ ചിന്നമലയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളതും ഒരു ചരിത്ര സത്യമാണ്.
മൂന്നാം നൂറ്റാണ്ടിലെ എഴുത്തുകാരിയായ എത്തീരിയായുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോമാസ് ലീഹായുടെ ഭൗതികാവശിഷ്ടം എദ്ദേസയിലേക്ക് കൊണ്ടുപോയെന്നും പിന്നീട് 1952 തോമാസ് ലീഹ ഭാരതത്തിൽ വന്നതിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷൻസ് ആ കാലഘട്ടത്തിൽ ആ ദിവസം കൊടുങ്ങല്ലൂർ തോമാസ് ലീഹായുടെ വലതുകൈയുടെ അസ്ഥിയുടെ ഒരു തിരുശേഷിപ്പ് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ തോമാസ് ലീഹയുടെ ആഗമനത്തെ ചരിത്രപരമായിട്ട് ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഇവയെല്ലാം. ഒത്തിരിയേറെ ആളുകൾക്ക് ആത്മീയമായ ഒരു അനുഭവം സംജാതമാകുന്ന സ്ഥിതിവിശേഷം കുരിശുമുടിയിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ അവസരത്തിൽ രൂപ ജോർജ് തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ മല കയറുമ്പോൾ എനിക്ക് എൻ്റെ ആത്മീയമായ ഒരു വളർച്ചയുടെ അനുഭവം ഉണ്ടായി. എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ആത്മീയമായി വളർന്ന് എല്ലാവരോടും സാമൂഹികമായിട്ടും നല്ല രീതിയിൽ ഇടപഴകാനും അങ്ങനെ ഒരു വിശുദ്ധമായും സംതൃപ്തമായ ജീവിതം നയിക്കുവാനും ഇടയായി എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവമാണ് എന്ന് അവരൊരിക്കൽ പറയുകയുണ്ടായി. ഇങ്ങനെ തന്നെയാണ് ആയിരങ്ങൾക്ക് ഈ കുരിശുമുടി അനുഭവവേദ്യമാകുന്നത്. ഒത്തിരിയേറെ ആളുകളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ മനസ്സിലേറ്റിക്കൊണ്ട് പൊന്നിൻ കുരിശുമല മുത്തപ്പൂ പൊന്മല കയറ്റം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് മല കയറിയ മുകളിലെത്തി വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പുണ്യവാളിൻ്റെ പാദസ്പർശമേറ്റ ആ സ്ഥലമൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന വിശ്വാസിക്ക് ഒത്തിരിയേറെ ആത്മസംതൃപ്തിയാണ്. ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. ജൂലൈ 3 തോമാസ് ലീഹായുടെ ദുഗ്രാന തിരുനാളിലെ ആശംസകൾ നേരുന്നു. എൻ്റെ പേര് അനൂപ് എന്നാണ്. രൂപ മേഡത്തിൻ്റെ കമ്പനിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ. ആദ്യമായി രൂപ മേഡം 3 പ്രാവശ്യത്തോളം ഇവിടെ വന്നപ്പോൾ എനിക്ക് കയറാൻ സാധിച്ചില്ല. പിന്നീട് മേഡമാണ് പറഞ്ഞത് ഇതേണക്കുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അതിനുശേഷം ഒരു പ്രാവശ്യം വന്നപ്പോൾ തനിയെ കയറി. പിന്നീട് ഞാനൊരു 10 പ്രാവശ്യത്തോളം പൊന്മല കയറിയിട്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ മേഡത്തിൻ്റെ കൂടെ വന്ന അനേകം ആൾക്കാർക്കും ഇതേണക്ക് നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മലയാറ്റൂർ കുരിശുമുടി ഇറങ്ങിയതിന് ശേഷം ഞാൻ സാധാരണയായിട്ട് നേരെ എൻ്റെ ഭവനത്തിലോട്ടാണ് ഞാൻ കയറി വരുന്നത്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിരവധി സമയത്ത് ഞാൻ പല പ്രാവശ്യം, പ്രത്യേകിച്ച് ഈ വർഷം ഒരു 21 ടൈംസ് കയറിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ മലയാറ്റൂർ മല കയറി ഇറങ്ങി നേരെ ഭവനത്തിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിവൈൻ എനർജിയാണ് എൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും പിന്നെ അതും മാത്രമല്ല എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ അത് പകർന്നു കൊടുക്കാനും എനിക്ക് ആ സന്തോഷവും ആനന്ദവും പകർന്നു കൊടുക്കാനായിട്ട്
ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ആ മല ഇറങ്ങി നേരെ ഭവനത്തിലോട്ട് കാല് വെക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വേറെ സാധാരണ മല കയറി ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇനി അഥവാ വിശക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങരുതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയ്ക്കാണ് നമ്മൾ പോയിരിക്കുന്നത്, അല്ലാതെ ഒരു ഉല്ലാസ യാത്രയ്ക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പവിത്രതയും പ്രാധാന്യവും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വിശപ്പും അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയും അതിൻ്റെ ഒരു കോൺഫിഡൻസും ധൈര്യവും ഒരു ഫേംനെസ്സും എൻ്റെ ക്യാരക്ടറിലും എൻ്റെ സ്വഭാവത്തിലും ഒക്കെ എനിക്ക് ലഭിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് സമയം അനുസരിച്ച് മലയാറ്റൂർ മല ഇറങ്ങി അവിടെ അതിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു മിണ്ടാമഠമുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ സെന്റ് തോമസ് സ്ഥാപിച്ച 7.5 പള്ളികൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് കാണാനായിട്ട് എനിക്ക് വളരെയധികം ആഗ്രഹം, ഒരു സെർച്ച് തന്നെയായിരുന്നു, ഒരു ജിജ്ഞാസയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം വിശുദ്ധൻ സ്ഥാപിച്ച 5 ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹമാണ് എനിക്കുണ്ടായത്. ആദ്യം ഞാൻ സന്ദർശിച്ചത് കൊടുങ്ങല്ലൂർ പള്ളിയാണ്. അവിടെയാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി ആദ്യം എത്തുന്ന, ഇന്ത്യയിൽ തന്നെ ആദ്യം എത്തുന്ന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് പള്ളി. അത് കഴിഞ്ഞിട്ട് കൊട്ടക്കാവ്, അത് കഴിഞ്ഞിട്ട് കൊക്കമംഗലം കോട്ടയം അടുത്തുള്ളത്, പിന്നെ പാലയൂര്, പിന്നെ നിരണം. ഈ 5 പള്ളികൾ എനിക്ക് സന്ദർശിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ കല്യാണ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്ന ജൂലൈ 3-നായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്കൊരു വിശുദ്ധന്റെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ കുരിശുമല കയറ്റവും ഉന്നത കാഴ്ചപ്പാടുകൾ ലഭിക്കുന്ന നിമിഷങ്ങളാക്കി നമുക്ക് മാറ്റാം. ഓരോ തീർത്ഥാടനവും നമ്മെ പുതുക്കി പണിയട്ടെ. ആന്തരിക മാറ്റത്തിന്റെ വ്യക്തികളായി നാം മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെയും നമുക്ക് പുതുക്കി പണിയാം.